ഹായ് ഹലോ ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നേരെ കൊല്ലൂർ മൂകാംബിക ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനുണ്ട്, നമ്മുടെ വേദൂട്ടനുണ്ട്, നമ്മുടെ പാറുക്കുട്ടിയുണ്ട്. പാറുക്കുട്ടി എവിടെ? പാറുക്കുട്ടി ഒരു ഹായ് പറഞ്ഞേ. അങ്ങനെയാണോ ഹായ് പറയുന്നത്? പാറുക്കുട്ടിയുണ്ട്, അപർണയുണ്ട്, നീതുണ്ട്, പിന്നെ ഇവിടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. കടയിൽ പോയതാ. വേദൂട്ടന് പഴം മേടിക്കാൻ വേണ്ടി പോയതാണ്. അച്ഛൻ പഴം മേടിക്കാൻ വേണ്ടി പോയി. ഞങ്ങൾക്ക് വിശക്കുവാന്ന് പറഞ്ഞു, ഭയങ്കര വിശക്കുവാന്നും പറഞ്ഞ് ഇവിടെ എവിടുന്ന് വെച്ചാൽ ഏതാണ്ടൊക്കെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. അല്ലേ വേദൂട്ടാ? അപ്പൊ നമ്മള് പഴം മേടിക്കാൻ നിർത്തിയതാണ്. ഇതിപ്പം പോകുന്ന വഴിക്കുള്ള ഏതോ ഒരു സ്ഥലമാണ് കേട്ടോ. ഏത് സ്ഥലമാണെന്ന് അറിയത്തില്ല. ഏത് സ്ഥലമാണെന്ന് അറിയാമോ പറഞ്ഞേ? ഇത് മാപ്പിൽ ഏതോ ഒരു സ്ഥലമൊക്കെ കാട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഏകദേശം 369 കിലോമീറ്ററും കൂടെ ഉണ്ട് മൂകാംബിക ടെമ്പിളിലോട്ട്. നമുക്കിനി പോകണം. മഴ പെയ്യുന്നതിന് അത്യാവശ്യം നല്ല വെയിലാണ് പുറത്തുള്ളത്. ബാക്കി കാഴ്ചകളൊക്കെ പോകുന്ന വഴി കൂടെ കണ്ടങ്ങ് പോകാം. അതെ, വേദൂട്ടനുള്ള ഫ്രൂട്ട്സ് എത്തിയിരിക്കുന്നു. ഫ്രൂട്ട്സ്. അപ്പൊ നമുക്ക് നേരെ ഇനി മുന്നോട്ട് പോകാൻ. വേദൂട്ടാ പ്രശ്നമുണ്ടോ? ഫുഡ് കഴിച്ചിട്ട് പോകാനാണോ? നമുക്ക് നേരെ പോകാം അല്ലേ? എന്തായാലും നമുക്ക് നേരെ പോവാം. ബാക്കിയുള്ള കാഴ്ചകൾ മുന്നിൽ കൂടെ കാണാം. പാറുക്കുട്ടനും വേദൂട്ടനും അച്ചപ്പിയും വേദൂട്ടന്റെ പഴം കഴിക്കോ? പഴം കഴിച്ചോണ്ടിരിക്കുകയാണ്. നമ്മളിതേ വഴി കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. പാറുക്കുട്ടൻ എന്നാണ് അവിടെ ഇരുന്ന് പുറകെ ചെയ്യുന്നത്? പാറുക്കുട്ടൻ എന്ത് ചെയ്യുക? പാറുക്കുട്ടാ കാർട്ടൂൺ കാണുവാണോ? പാർട്ടും ഭയങ്കര പാർട്ടൂനല്ല പാറുക്കുട്ടന്റെ കാർട്ടൂൺ കണ്ടോണ്ടിരിക്കുക പുറകിത്. നല്ല വെയില് ഞങ്ങളിതേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വേദൂട്ടിന് ഇവിടെ എന്താ വെച്ചാൽ ഫുഡ് കഴിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഓൺ ദ വേയിലാണ്. അതായത് കണ്ടോ, ഒരു ഇടയ്ക്ക് നമ്മൾ നിർത്തിയതാണ്. അവിടെ ഒരു ഇത് സിര എന്ന് പറയുന്ന, ആക്ച്വലി ഇത് ഈ പറയുന്ന സ്ഥലത്തിന് പേര് സിര എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. പിന്നെ ഇവിടുന്ന് ബാംഗ്ലൂരിന് 121 കിലോമീറ്റർ, ചെന്നൈക്ക് 147 കിലോമീറ്റർ ഉണ്ട്. അതായത് ഇവരിവിടെ വണ്ടി ചക്കപ്പഴമൊക്കെ മേടിച്ചോണ്ട് കൈ കഴുകാൻ വേണ്ടി നിർത്തിയതാണ്. ഇത് കണ്ടില്ലേ, മാങ്ങയൊക്കെ ഇട്ട് അപർണ ഇരിക്കുന്നത് കണ്ടില്ലേ? വേദൂട്ടാ എവിടെ പോവാ? വേദൂട്ടൻ നോക്കി പൊങ്ങി നോക്കുന്നത് കേട്ടോ. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിൽ. അതേ ഒരു വോൾവോ പോകണം, ഡെലിവറിയുടെ ഒരു വോൾവോ പോകണം. ഇവിടെ ഈ സൈഡിലൊക്കെ ആയിട്ട് നിറയെ മറ്റേ തെങ്ങും കാവും ഒക്കെ ആയിട്ടോ നിൽക്കുന്നത്. നിറയെ തെങ്ങും കാവും ഒക്കെയാണ് നിൽക്കുന്നത്. ഇത് മറ്റേ ആര്യവേപ്പിന്റെ മരമാണ് നിൽക്കുന്നത്. അതാണെങ്കിൽ ഇനി നമുക്ക് ഏകദേശം 300 കിലോമീറ്റർ അടുത്ത് പോകാറുണ്ട്. ഇതാ കാണുന്ന ഈ വണ്ടികളുടെ എന്തോ പാർട്സ് ഒക്കെ ആട്ടോ കാണുന്ന ലോറിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇഷ്ടംമാതിരി ലോറികൾ ഈ വഴി കൂടെ വന്ന് പോകുന്നുണ്ട്. കാരണം ഇതിന്റെ അടുത്തായിട്ട് കുറെ ഫാക്ടറികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും നമുക്ക് നേരെ മുന്നോട്ട് വിട്ടേക്കാം. അങ്ങനെ സമയം ഏകദേശം 1:12 ആയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. അവിടെ കാണുന്ന ആ കടയിലാണ് പോയി ഫുഡ് കഴിക്കാൻ പോകുന്നത്. സായി പാലസ് ദൊണ്ണ ബിരിയാണി കഴിക്കുന്നുണ്ട്. നമ്മൾ അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് നമ്മൾ വെജ് കഴിച്ചിട്ട് പോകാൻ. ഇവിടെ ഐപോഡിൻ്റെ അത് കയറി പോകാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളെ കണ്ടോ? ഇതുണ്ട്, ഇപ്പൊ കയറി പോകുന്ന പാറുക്കുട്ടാ ഇല്ല, ഐപാഡിനകത്ത് കയറി പോവാ. എന്താണെങ്കിലും ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ മറ്റേ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ സ്ഥലത്തിന്റെ പേരുടെ ചിത്രദുർഗ. നല്ല കോസ്റ്റ്ലി ഫുഡായിരുന്നു ഞങ്ങൾ കഴിച്ചത്. ഇതാണെങ്കിൽ ചിത്രദുർഗയിൽ ഇവിടെ കാണാൻ നല്ല അടിപൊളി കേട്ടോ. അതുകൊണ്ട് ഇവിടെ മുഴുവൻ കാണുന്ന മുഴുവൻ മറ്റേ കാറ്റാടിപ്പാടങ്ങൾ. ചിത്രദുർഗ എന്ന് പറയുന്നത് ചിത്രദുർഗ ഡിസ്ട്രിക്റ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. വേദാവതി നദിക്കരയുടെ തീരത്താണ് നമ്മുടെ ഈ ചിത്രദുർഗ എന്ന് പറയുന്ന കർണാടകയിലുള്ള ഒരു ജില്ല സ്ഥിതി ചെയ്യുന്നത്. ഒത്തിരി പഴക്കമുള്ള ഒരു സിറ്റിയാണ്. കൂടാതെ തന്നെ ഇവിടെ ചരിത്രപരമായിട്ടുള്ള പല കാര്യങ്ങളും ഉറങ്ങിക്കിടപ്പുണ്ട് കേട്ടോ.
ഒത്തിരി രാജാക്കന്മാരും പിന്നെ അവരുടെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വീഡിയോയ്ക്കകത്ത് പറയുവാണെങ്കിൽ. പക്ഷേ അത് നമ്മൾ പറയുന്നില്ല. ഇതുകൂടാതെ ചിത്രദുർഗയിൽ ഒരു വീര വനിത കൂടി ഉണ്ടായിരുന്നു, ഒനാക്കെ ഒബാവ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഫേമസ് ആയിരുന്നു കേട്ടോ പുള്ളിക്കാരത്തി ഇവിടെ. അതൊക്കെ നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ കാണാം. ഇതൊക്കെ ചെരുപ്പ് മേടിക്കാൻ വേണ്ടി കടയിൽ കയറിയേക്കാണ്. അതെ അതെ ഇവിടെ വണ്ടിക്കകത്തിരിക്കുന്നത് അവരുടെ രണ്ടിടത്തിൽ നോക്കിട്ടിരിക്കുന്നത് രണ്ടു ഉറക്കമാണ്. അതുകൊണ്ട് പിന്നെ ഈ കാണുന്ന മലയുടെ മുകളിലൊക്കെ ആയിരുന്നു ഇവിടുത്തെ ഫോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇത് നമ്മുടെ ഹിഡുംബി എന്നൊക്കെ പറയുന്ന അവരും പിന്നെ പഞ്ചപാണ്ഡവരൊക്കെ ആയിട്ട് കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ളൊരു നഗരം കൂടെയാണ് ഈ ചിത്രദുർഗ എന്ന് പറയുന്നത്. എന്താണെങ്കിലും ചരിത്രപരമായിട്ട് വളരെ അധികം കുറേ കാര്യങ്ങൾ നമുക്കിവിടുന്ന് അറിയാനായിട്ടുണ്ട്. എന്താണെങ്കിലും നമുക്കിപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതൊന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂകാംബിക ടെമ്പിൾ ആയതുകൊണ്ട് നമ്മളിവിടെ ചിത്രദുർഗ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഇവിടം കൊണ്ട് ചിത്രദുർഗ മുനിസിപ്പാലിറ്റി തീർന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്താണെങ്കിലും നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നല്ല ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡൊക്കെ നോക്കുക ചെറിയ മലകളും പിന്നെ കുറേ കല്ലുകളും ഇതൊക്കെ തന്നെയാണ് ഉള്ളത് കാഴ്ചകളായിട്ടുള്ളത്. എന്താണെങ്കിലും ചെറിയ ചെറിയ കടകളും പിന്നെ ചെറിയ ചെറിയ പെട്രോൾ സ്റ്റേഷനും ഇതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. റോഡൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡ് തന്നെ കേട്ടോ. ഇതാണെങ്കിൽ ഒരു അടിപൊളി യാത്ര തന്നെയാണ് നമ്മൾ ഇതിലേക്കൂടെ പോകുമ്പം. പിന്നെ നല്ല പച്ചപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ബാംഗ്ലൂരിലുള്ളതിനേക്കാളൊക്കെ നല്ല അടിപൊളി രീതിയിലുള്ള പച്ചപ്പാണ്. ഇത് ഉണ്ടല്ലോ, മരമൊക്കെ നിൽക്കുന്നത് കാണാൻ നല്ല രസമല്ലേ നോക്കി. അതിൻ്റെ തൊട്ട് പുറകിൽ ഈ മണ്ണ് കൊണ്ട് നമ്മൾ കൂട്ടിയിട്ടേക്കുന്ന വരെയാണ് കല്ലുകൾ കൂടി കിടക്കുന്നത്. ഇതാണെങ്കിൽ നല്ലൊരു അടിപൊളി കേട്ടോ. ഇവിടെ നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് കവുങ്ങിൻ തോട്ടം കാണാൻ പറ്റും. നല്ല അടുപ്പിച്ചടുപ്പിച്ച് നിരയായിട്ടാണ് ഈ കവുങ്ങിൻ തോട്ടം വെച്ചിരിക്കുന്നത്. ബസ്സാണെന്ന് തോന്നുന്നു, അല്ല കർണാടക ബസ്സായിരുന്നു. അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിയപ്പോഴാണ് ബാംഗ്ലൂരിനേക്കാളും ഏകദേശം ₹1 1.25 രൂപയുടെ അടുത്ത് വ്യത്യാസം ഈ സ്ഥലത്തുള്ളത് കേട്ടോ. ഇത് ഏകദേശം ശിവമോഗ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തായിട്ടാണ്. ഇവിടെ ഒരു ചെറിയ ട്രാഫിക് ബ്ലോക്ക് പോലെ ഉണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടാട്ടോ ഇവിടുത്തെ KSRTC ബസ്. നമ്മുടെ നാട്ടിലെ KSRTCക്കാളും ഒത്തിരി മെച്ചമുണ്ട്, നല്ല ക്ലീൻ ആയിട്ടൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ അങ്ങനെ കുറച്ച് ചെറിയ വഴികളാണ് ടൗണിൽ കൂടെയൊക്കെ പോകുന്നതാണെങ്കിലും ചെറിയ വഴിയാട്ടോ ഉള്ളത്. ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് വലിയൊരു പുഴ കാണാം. എന്നാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിറയെ വെള്ളമുണ്ട്. പക്ഷേ റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ അത്രയും വെള്ളമൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അതായത് കണ്ടില്ലേ, വളരെ കുറച്ച് വെള്ളം മാത്രമാണ് ഈ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത്. ഇത് ഏകദേശം ശിവമോഗ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തായിട്ടാണുള്ളത്. ഇവിടെയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിമംഗലം കാട്ടിലോട്ട് നമ്മൾ കയറുന്ന ഒരു പ്രതീതി കേട്ടോ. അതായത് എറണാകുളം ജില്ലയിൽ നിന്ന് വിട്ട് ഇടുക്കി ജില്ലയിലേക്ക് കയറുന്നതിൻ്റെ കവാടമായിട്ടുള്ള നേരിമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് കയറുന്ന ഒരു പ്രതീതിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെയൊക്കെ നോക്കി നിറയെ കാണുന്നതെല്ലാം നെൽപ്പാടം ഓട്ടേ കാണുന്നത്. നമ്മുടെ ആലപ്പുഴയിൽ കാണുന്നവർ കണ്ണും നട്ട ദൂരത്ത് ഇങ്ങനെ നെൽപ്പാടം കിടക്കുന്നതൊക്കെ പറയല്ലേ, അതേ രീതിയിലാണ് ഇവിടെയൊക്കെ നെൽപ്പാടം ഉള്ളത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കവുങ്ങിൻ തോട്ടമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കവുങ്ങിൻ തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്നാണ് വിചാരിക്കുന്നത്. അടയ്ക്കാമരം, അതാണ് ഇവിടെ നിറയെ കൃഷി ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് ഇവിടെ ഒരു കല്യാണ മണ്ഡപത്തിൽ നിന്ന് ആളുകളെല്ലാം പുറത്തിറങ്ങി നിൽക്കുന്ന അതിൻ്റെ തിരക്കായിരിക്കും എന്നാണ് വിചാരിച്ചത് കേട്ടോ. ഇവിടെയെല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ കല്യാണത്തിൽ വന്ന ആൾക്കാരുടെ വണ്ടികളും അത് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ കുറച്ചും കൂടെ മുന്നിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ റൈറ്റ് സൈഡിൽ കണ്ടോ കുറേ ആളുകൾ കൂട്ടം കൂടിയായിട്ട് നിൽക്കുന്നത്. അവിടെ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും കാര്യം എന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ മുന്നിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എന്താണ് കാര്യം ഉണ്ടായതെന്ന്. അവിടെ ഒരു വണ്ടി ആക്സിഡൻ്റ് ആയിരുന്നു കേട്ടോ. കിടക്കുന്ന ഒരു കാറ് കണ്ടോ, ആ കാറിൻ്റെ ബാക്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ആ ഗ്ലാസ് വിൻഷീൽഡ് പൊട്ടിയിരിക്കുന്നുണ്ടോ. അതിൻ്റെ പുറകിൽ വേറെ ഏതോ ഒരു വണ്ടി വന്ന് ഇടിച്ച് എന്തോ ഇഷ്യൂ ആയതാണ്. നമ്മൾ വേറെ നോക്കിയിട്ടൊന്നും വണ്ടികളൊന്നും കണ്ടില്ല അവിടെ വേറെ വണ്ടി ഇടിച്ചേക്കുന്നൊന്നും. പക്ഷേ എന്താണെങ്കിലും ആ വണ്ടിയുടെ ബാക്കിലെ ഗ്ലാസ്സൊക്കെ പൊട്ടിയിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ശിവമോഗ എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്തെത്താറായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ചെറിയ പാലം കൂടിയാണ് കേട്ടോ.
എന്താണെങ്കിലും ഇതാ ഇവിടെ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ ഒക്കെ പോകുമ്പോൾ പിന്നെ താഴെ പാലം കാണാനൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രസമുണ്ട്. ആ പുഴ ഒഴുകി വരുന്നു, പുഴയുടെ ചുറ്റും മരങ്ങൾ നിൽക്കുന്നു, പിന്നെ പുഴയുടെ നടുക്കൂടെ വരെയൊക്കെ നമുക്ക് മരങ്ങൾ നിൽക്കാൻ കാണും. ഇതിൻ്റെ എക്സാക്റ്റ് സ്ഥലത്തിൻ്റെ പേര് ശിവമോഗ എന്നല്ല. ഞാനും കുറേ നോക്കി, പക്ഷേ സ്ഥലമൊന്നും കാണാൻ നമുക്ക് പറ്റിയില്ല. ശിവമോഗയ്ക്ക് ഏകദേശം ഇവിടുന്ന് ഒരു 10-40 കിലോമീറ്റർ ദൂരം ഇനി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ സ്ഥലത്തിൻ്റെ പേര് ശിവമോഗ എന്നല്ല. എന്താണ് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ കുറേ നോക്കി കഴിഞ്ഞിട്ട് മനസ്സിലായി. എല്ലായിടത്തും ഈ കന്നഡയിൽ തന്നെയാണ് എഴുതി വെച്ചിരുന്നത്. ഒരിടത്തും ഇംഗ്ലീഷിലൊന്നും പേരങ്ങനെ എഴുതി വെച്ചിട്ടിരുന്നില്ലായിരുന്നു കേട്ടോ. എന്താണെങ്കിലും ഇതാ ഇവിടെയൊക്കെ അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ഏതായാലും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഈ സ്ഥലത്ത് കുറേ സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ഈ സിഗ്നലുകളുണ്ടായിരുന്നു. ഒത്തിരി സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സിഗ്നൽ ഉണ്ടായിരുന്നു. ഈ ഷിമോഗയ്ക്ക് അടുത്തായിട്ട് ചെല്ലുന്തോറും ഒത്തിരി സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഒത്തിരി സിഗ്നൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതേ വേദൂട്ടിന് ഇപ്പോൾ എൻ്റെ കയ്യിലിട്ട് വന്നിരിക്കുമായിരുന്നു. എന്നാണെങ്കിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത്യാവശ്യം നല്ല തിരക്ക്, നല്ല ചെറിയ വളരെ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ എന്താ അവിടെ നമ്മൾ കണ്ടത് ആദ്യമായിട്ടൊരു ട്രാഫിക് പോലീസുകാരൻ അവിടെ ഹെൽമെറ്റൊക്കെ വെച്ചുകൊണ്ട് വേറൊരു സംസ്ഥാനത്ത് പോകുന്നത് നമ്മൾ കണ്ടു. എന്നാണെങ്കിൽ അത് എന്താണെങ്കിലും നമുക്കൊരു ഭയങ്കര വലിയ കാര്യം തന്നെയായിപ്പോൾ കേട്ടോ. എന്നാൽ ഇവിടെ ഈ ഒരു അമ്പലം ഇത് കണ്ടോ. ഈ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. എന്താണെങ്കിൽ നിറയെ കൊത്തുപണി കാര്യങ്ങളൊക്കെ, കൊത്തുപണിയല്ലോ നല്ല പണികളൊക്കെ ചെയ്ത് വെച്ചിട്ടിരുന്ന ഒരു അമ്പലമായിരുന്നു കേട്ടോ. അതിന് നമുക്ക് കൊത്തുപണി പറയാൻ പറ്റിയല്ലോ. അങ്ങനെ സിഗ്നലിൽ നമ്മൾ നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു ചേച്ചിയും ചേട്ടനും കൂടെ ഫാൻ മേടിച്ചുകൊണ്ട് പോകുന്ന കേട്ടോ കണ്ടത്. ഫാൻ നല്ല കാറ്റത്ത് നല്ല സ്പീഡിലാണ് നിന്ന് കറങ്ങിക്കൊണ്ടിരുന്നത്. നല്ല അടിപൊളിയായിട്ടിരുന്നാണ് ആ ഫാൻ കറങ്ങിക്കൊണ്ടിരുന്നത്. അത് കണ്ടില്ല, ഇപ്പോൾ കാറ്റടിക്കും തോറും അവർ സ്പീഡിൽ പോകുന്തോറും ആ ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ഫോറസ്റ്റിലേക്ക് കയറി. ഇവിടെ നിന്ന് ഇനി അങ്ങനെ ഫുള്ള് ഫോറസ്റ്റ് ഏരിയ കേട്ടോ വരുന്നത്. അതായി കാണുന്നതെല്ലാം ഫോറസ്റ്റ് ഏരിയയാണ്. നല്ല അടിപൊളി ഫോറസ്റ്റാണ്. നമുക്ക് പിന്നെ ഇവിടെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല വഴിയൊന്നും നമുക്ക് പറയാൻ പറ്റിയല്ല. ചെറിയ എന്താ പറയുക, പാച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു റോട്ടിൽ കൂടെ. നല്ല രീതിയിൽ നമുക്കത് അറിയാനും പറ്റും. ഒത്തിരി സ്പീഡിലൊന്നും നമുക്ക് എന്താണെങ്കിലും ഈ വഴി കൂടെ പോകാനായിട്ട് പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അങ്ങനെ വേദൂട്ടൻ നേരെ അച്ചപ്പിയുടെ കയ്യിലോട്ട് പോയി. എത്രയും നേരം അച്ചപ്പിയായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. വേദൂട്ടൻ വന്നിച്ച് ഭയങ്കര ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയതുകൊണ്ട് അച്ചപ്പി എടുത്തോളാമെന്നും പറഞ്ഞ് അച്ചപ്പിയുടെ അടുത്ത് പോയിരുന്നു. അവിടെ എന്ന് വെച്ചാൽ ഏതാണ്ട് ഭയങ്കര കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചോദിക്കുന്നതിന് എന്താണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടില്ല, ഞാനിവിടെ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വേദൂട്ടൻ അതിനുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫൈനലി നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ച് നമ്മൾ ഇവിടെ മൂകാംബിക ടെമ്പിളിൻ്റെ അടുത്ത് മൂകാംബിക ടെമ്പിളിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ടുള്ള ഒരു ശ്വേത ലോഡ്ജ് എന്ന് പറയുന്ന ഒരു റൂമായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തത്. ഫസ്റ്റ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത് നോൺ AC റൂമായിരുന്നു. നമ്മളത് കഴിഞ്ഞ് വന്നപ്പം AC-യിലേക്ക് നമ്മൾ ചേഞ്ചാക്കി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചൂടായതുകൊണ്ട് നമ്മൾ AC-യിലോട്ട് ചേഞ്ച് ചെയ്തത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ്. ഇതാണല്ലോ, ഇവിടെ ഒരു TV ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഇത് കൊടുത്തിട്ടുണ്ട് വേണ്ട. പിന്നെ എന്താ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. ചെറിയ ബാത്റൂം കേട്ടോ, കുഴപ്പമില്ല. നല്ല അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ കേട്ടോ, കുഴപ്പമില്ലാത്ത നല്ലൊരു ബാത്റൂമാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ ഇതാണ് നമ്മുടെ ബെഡ് വരുന്നത്. ബെഡിൻ്റെ അകത്ത് 2 ഷാമ്പൂ, 2 മെഡിവിക്സിൻ്റെ ഇത് AC റിമോട്ട്, പിന്നെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ വെച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഇവിടെ ചായ ഉണ്ടാക്കാനെന്ന് തോന്നുന്നത്. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കെറ്റിലൊക്കെ വെച്ചിട്ടുണ്ട്. അമൂലിൻ്റെ എന്തൊരു ഡയറി ക്രീമർ എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. എന്താണെങ്കിലും വെർത്താണ്. നമ്മൾ ഏകദേശം 900 രൂപ ആ റേഞ്ചിലാണ്, 980 രൂപയാണ് റൂമിന് കൊടുത്തിരുന്നത്. അങ്ങനെ 2 റൂമിൻ്റെ ഇത് കൊണ്ടാണ് ബുക്ക് ചെയ്തിരുന്നത്. 1000 സംതിങ് രൂപയായിരുന്നു. എത്രയാണ് എക്സാക്ട് ചെയ്യാൻ ഓർക്കുന്നത്. ഞാൻ AC-യിലോട്ട് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1295 രൂപ 2 റൂമിന് എക്സ്ട്രാ കൊടുക്കുന്നു. ഞാൻ അവിടെ സൈഡിൽ എഴുതിക്കാട്ടെ എത്ര രൂപയാണ് നമ്മൾ ഒത്തി കൊടുത്തതെന്നുള്ളത് ഞാൻ മറന്നുപോയി ആക്ച്വലി. എന്താണെങ്കിലും കുഴപ്പമില്ല, റൂമൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ AC-യൊക്കെ ഒന്ന് ഉണക്കി ചില്ലാക്കണം. പിന്നെ നമുക്ക് പുറത്ത് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വരണം. അപ്പം നമ്മൾ നാളെ അമ്പലത്തിൽ പോകുന്നതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം. നാളെ എന്താണെങ്കിലും വണ്ടിയൊക്കെ ഒന്ന് പൂജിക്കണം. സോ അപ്പോൾ അതൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എന്താണ് ഞങ്ങൾ എല്ലാവരും നല്ല വിശന്ന് നല്ല കൂടുതൽ കരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഫുഡൊക്കെ കഴിക്കാൻ പോകണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരൊക്കെ എന്തായാലും ബൈ.